VVIP മണ്ഡലമായ വയനാട്ടിൽ ഇത്തവണ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശബരിമല വിഷയം സംസ്ഥാന സർക്കാരിന് പല സ്ഥലങ്ങളിലും തിരിച്ചടിയാകും. വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയും മകനുമായ തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ തനിക്ക് ഒന്നും അറിയില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. തുഷാർ വെള്ളാപ്പള്ളിയുമൊത്ത് വോട്ട് ചെയ്ത് മടങ്ങി വരുന്ന വഴിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. മെയ് 23-ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരുമ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറും. ആലപ്പുഴ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി AM ആരിഫ് ജയിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വോട്ടെടുപ്പ് നടന്ന ആദ്യ മണിക്കൂറിൽ ഇത്തവണ കനത്ത പോളിംഗ് ആണ് പലയിടത്തും രേഖപ്പെടുത്തിയത്. വയനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ ഏറ്റവും മികച്ച പോളിംഗ് ആണ് ഉച്ചവരെ രേഖപ്പെടുത്തിയത്. ഇന്ന് ഉച്ചവരെ വയനാട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ കണക്കുകളാണിത്. വയനാട്ടിൽ 53.10 വോട്ടാണ് 2 മണിവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വയനാട് മണ്ഡലത്തിലെ 24 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ കേടായെങ്കിലും അതിനെ മറികടന്നും മികച്ച പോളിംഗ് ആണ് വയനാട്ടിൽ നടന്നത്. ഔദ്യോഗിക കണക്കനുസരിച്ച് വയനാട് മണ്ഡലത്തിലെ 13,57,819 വോട്ടർമാരിൽ 6 ലക്ഷത്തിലധികം വോട്ടർമാർ ഇതിനകം തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞു. അതേസമയം പതിവിന് വിപരീതമായി വയനാട് ജില്ലയിൽ തുടക്കം തൊട്ടേ നല്ല പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ മലപ്പുറം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് അല്പം മന്ദഗതിയിലായിരുന്നു. സുൽത്താൻ ബത്തേരിയിലും ഇതിനോടകം പോളിംഗ് ശതമാനം 50% കടന്നു. കൽപ്പറ്റയിലും മാനന്തവാടിയിലും ഇത്തവണ ശക്തമായ പോളിംഗ് ആണ് നടന്നത്. അതേസമയം നിലമ്പൂരിലും വണ്ടൂരിലും പോളിംഗ് മെല്ലെയായത് UDF ക്യാമ്പുകളെ അലോസരപ്പെടുത്തുന്നുണ്ട്. പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണെന്നും പോളിംഗ് നടപടികൾ മന്ദഗതിയിലായതിനാൽ പ്രശ്നത്തിന് കാരണമാകുമെന്നും UDF നേതാക്കൾ വിലയിരുത്തുന്നു. അതേസമയം വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ മൂലം പോളിംഗ് പലതവണ തടസ്സപ്പെട്ടതിനാൽ കൊയിലാണ്ടിക്ക് സമീപം പുളിയഞ്ചേരി UP സ്കൂളിലെ 73-ാം നമ്പർ ബൂത്തിൽ വോട്ടെടുപ്പ് രാത്രി 11 വരെ നീട്ടി വരണാധികാരിയായ കളക്ടർ സാംബവ ശിവറാവു നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.